സാർ ടെസ്റ്റ് ചെയ്യുന്ന പേരും പറഞ്ഞിട്ട് ബ്ലഡ് മുഴുവനായിട്ട് എടുത്തു സാറേ. തല ചുറ്റുന്നു സാറേ. ഹാങ് ഓവർ മാറ്റാൻ ഒരു പെഗ് കിട്ടുമോ? ഹാങ് ഓവർ പെഗ് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട്സ് ഒന്ന് വരട്ടെ, നിന്നെ ശരിക്കും അങ്ങോട്ട് ഹാങ് ചെയ്തേക്കാം. ബ്രേക്കിംഗ് ന്യൂസ്. തിരുവനന്തപുരത്തുള്ള സ്ത്രീപക്ഷ പോരാളി ലളിത എന്ന യുവതിയെ എറണാകുളം സ്വദേശിയും യൂട്യൂബറുമായ ലക്കി വളരെ നൂതനമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ ചാനലിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നടന്നത്, എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിലെ ഏതൊരു പെൺകുട്ടി പ്രയാസം അനുഭവിച്ചാലും മുന്നോട്ട് വരുന്ന ഈ കുട്ടിക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ആപത്ത് ആരുടെ കൈകൾ നിമിത്തമാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു ഉദാഹരണമാകേണ്ടവർ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ നശിക്കുകയാണ്. യെസ്, ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ബേബി, കുടുംബശ്രീയുടെ പ്രസിഡന്റ് രൂപ, പിന്നെ ചിട്ടി സാറുമുണ്ട്. അവരോട് സംസാരിക്കാം. ഒരു പെണ്ണിനെ തൊടാതെ എങ്ങനെ ഗർഭിണിയാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താ പാംഫ്ലെറ്റ് വിതരണം ചെയ്യുന്ന പോലെ നാട് നിങ്ങളെ വിതരണം ചെയ്തോ? അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ആർക്കും കൊടുത്തില്ലല്ലോ. ആർക്കും കൊടുക്കാതെ പിന്നെ ടിവിയിൽ എങ്ങനെയാണോ വന്നേ? ഇൻസ്പെക്ടർ ഫോൺ ചെയ്താൽ ഞാനെന്ത് പറയണം? കണ്ടില്ലേ, ഫോൺ വന്നു. സാർ, എടോ തനിക്ക് ബുദ്ധിയുണ്ടോ? കാര്യം പുറത്തേക്ക് വരാതെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സാറേ അതെന്താന്ന് വെച്ചാൽ എന്താണോ ടിവിയിലാ ന്യൂസ്? തനിക്ക് റിപ്പോർട്ട് കിട്ടിയോ? വന്നു സാർ, ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? നമ്മൾ വിചാരിച്ച പോലെ ആ കുട്ടി പ്രഗ്നന്റ് ആണ് സാർ. ബ്ലഡ് സാമ്പിൾസ് കൂടെ മാച്ച് ആയിട്ടുണ്ട് സാർ. ആ ചെറുക്കൻ എവിടെയാ? ദേ ഇവിടെ ഉണ്ട്, എന്റെ മുമ്പിൽ ചെയറിൽ ഇരിക്കുന്നുണ്ട് സാർ. പാവൻ ടയർഡ് ആയിരിക്കും. കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കാം, കുടിച്ചിട്ട് പോട്ടെ. ശരി സാർ, ഒരു കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണോ സാർ? അവനെടുത്ത് സെല്ലാത്തിട്ടെ 2 ദിവസം പുറത്തു വരാതെ നോക്കണം. ആയിക്കോട്ടെ സാർ. കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് വീട്ടിലേക്ക് അയക്കേ, എന്നിട്ട് എഫ്ഐആർ ഫയൽ ചെയ്യണം. ആയിക്കോട്ടെ സാർ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഓക്കെ സാർ. ഇവനെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണോ? സെല്ലി കയറ്റി ഉരുട്ടിയെടുക്കടാ, വലിച്ചോണ്ട് പോയി. ഈ കുട്ടിക്ക് ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ഞാനുണ്ടോ? 1000 രൂപ തരാ, പൂട്ടല്ലേ? നോക്കൂ കുട്ടി, നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കുട്ടിക്ക് ഞാനുണ്ടാവും. കുട്ടി എന്ത് പറഞ്ഞാലും ഓക്കെ. ഞാൻ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറി. ഞാൻ അവനെ എൻകൗണ്ടർ ചെയ്തേക്കട്ടെ, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവനെ കൊണ്ട് കുട്ടിയെ കല്യാണം കഴിപ്പിക്കട്ടെ. എന്താണേലും കുട്ടി പറഞ്ഞോ, നീ വീട്ടിൽ പോയിട്ട് ആലോചിക്ക്. അതിനോടൊക്കെ എഫ്ഐആർ ഫോർമാലിറ്റീസ് എല്ലാം ഞാൻ തീർത്ത് കുട്ടിക്ക് ഞാൻ ഫോൺ ചെയ്യാം. ഓക്കെ ആണോ? നീ ഇവിടെ തന്നെ ഇരുന്നാലേ വനിതാ യൂണിയൻ സ്റ്റേഷനിലോട്ട് കയറി വന്ന് ഇവിടെ ധർണ നടത്തും. അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടെ പ്രൊട്ടക്ഷന് നിങ്ങളും അവിടെ ഇരിക്കേ കേട്ടോ. കുട്ടി ചെല്ല് കുട്ടി. എന്നെ ഇവിടെ കുടുക്കിയിട്ട് രക്ഷപ്പെടുകയല്ലേ? ഇവളൊക്കെ ഉണ്ടല്ലോ.